السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുന്യാവിൻ്റെ ഒരു ഉദാഹരണം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ദുന്യാവ് അള്ളാഹുവിനടുക്കൽ എപ്പോഴും വളരെ നിസ്സാരമായ ഒരു ലോകമാണ്, വില കുറഞ്ഞ ഒരു സ്ഥലമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരണുവിൻ്റെ ഭാരം പോലും വില മതിക്കുന്നില്ല ഈ ദുനിയാവ്. ഒന്നിനോടും സമവും അല്ല ദുനിയാവ്. ദുനിയാവിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് ഇവിടെ അമൽ ചെയ്യാനും അതുപോലെ പരീക്ഷണങ്ങൾ നേരിടാനുമാണ്. ദാറു അമലിം വഖ്തിബാർ, ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട സ്ഥലമാണ്. എന്നല്ലാതെ ദുന്യാവ് യഥാർത്ഥമായ ഒരു ജീവിതം മനുഷ്യന് നൽകുന്നില്ല. അതായത് മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം ദുന്യാവിലല്ല എന്നർത്ഥം. യഥാർത്ഥമായ ശാശ്വതമായ ജീവിതം വരുന്നത് ആഖിറത്തിൽ, പാരത്രിക ലോകത്താണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സത്യം ചെയ്തുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പറയുന്നു, മദ്ദുന്യാ ഫിൽ ആഖിറതി ഇല്ലാ മിത്ലു മാ യജ്അലു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യം ഫൽയൻദുർ ബിമാ യർജിഉ. ആഖിറത്തിലേക്ക് നോക്കുമ്പോൾ ദുന്യാവ് ഏതുപോലെയാണ്? നിങ്ങളിൽ നിന്ന് ഒരാള് നിങ്ങളുടെ ഒരു വിരല് കടലിലേക്ക് താഴ്ത്തിയാൽ ആ വിരൽ പിന്നെ ആ വെള്ളത്തിൽ നിന്ന് പൊന്തിക്കുമ്പോൾ ആ വിരലിൽ എത്ര വെള്ളമുണ്ടാകും? ബാക്കി എത്ര വെള്ളം കടലിൽ ഉണ്ടാകും? ഇതുപോലെയാണ്. വെള്ളം മുഴുവനും കടലിൽ